എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ സോറോ അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് അവന്റെ സ്ക്വാഡിന്റെ ചില അറ്റകുറ്റപ്പണികൾക്കായി ഒരു കടയിലേക്ക് വരും. അവൻ ആ സ്ക്വാഡ് കൊടുത്ത് ഇത് റെഡിയാക്കി എടുക്കാൻ മൊത്തം എത്ര ക്യാഷ് ആവശ്യമായിട്ട് വരും ചോദിക്കും. അതിനാള് സോറോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു എമൗണ്ട് പറയും. നിരാശനായി ഒരുപാട് വിഷമത്തില് ഇപ്പൊ നമ്മുടെ ആള് നടന്നു വരുമ്പോഴായിരിക്കും അയർലാൻഡിലെ തന്നെ തലതെറിച്ച രണ്ട് ചെക്കന്മാര് അവരിപ്പോ സോറയുടെ അടുത്തേക്ക് വരും. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളോട് പറയാം, അതെന്താണെങ്കിലും ഞങ്ങൾ നിറവേറ്റി തരും. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, നീ ഞങ്ങളെ നിന്റെ ബ്രദേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് കേട്ട് സോറ അവൻ ഷോക്കാവും. ഞാൻ എന്തിന് നിങ്ങളെ എന്റെ ബ്രദേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം? അതിനവര് പറയും, നിന്റെ പവറും എനർജിയും ഒക്കെ അന്ന് ഞങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടതാണ്. സോ ഞങ്ങൾ അതില് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. ഞങ്ങൾ നീ നിന്റെ ബ്രദേഴ്സ് ആയിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും. സോറയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ മുൻപിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞ് അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ അവിടെ നിന്ന് അങ്ങനെ നടന്ന് മുൻപോട്ട് പോവും. അവരാണെങ്കിൽ സോറയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്കിപ്പോ ആവശ്യം നല്ല കത്തികളല്ലേ? നിന്റെ കയ്യിലാണെങ്കിൽ പൈസയും വളരെ കുറവാണ്. ഇതല്ലേ സത്യം? നിനക്ക് ആവശ്യമായിട്ടുള്ള കത്തികള് അത് ഞങ്ങൾ നിനക്ക് സെറ്റാക്കി തരാം. ഇവിടെ അടുത്ത് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോർ ഉണ്ട്. സോ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, എല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞ് ആ രണ്ട് ചെക്കന്മാരും ബൊമ്പ സ്റ്റൈലിൽ മുൻപോട്ട് നടക്കും. അവന്മാരാണെങ്കിൽ വഴി കാണുന്നവരെ മുഴുവൻ തള്ളി മാറ്റും. ഞങ്ങളുടെ ബ്രദർ സ്ട്രോഹാറ്റ് ടീമിലെ സ്ക്വാഡ്സ്മാനായ സോറോ അദ്ദേഹം വരാണ്. സോ ആരും വഴിമുടക്കി റോഡിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അങ്ങനെ പിടിച്ചു മാറ്റി അവർ മുൻപോട്ട് നടന്നു വരും. അല്പദൂരം കഴിയുമ്പോ അവര് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിലേക്ക് സോറോ എത്തും. പക്ഷെ അവിടെയാണെങ്കിൽ സോറോയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കത്തികളെ കഴിഞ്ഞും വളരെ മോശമായിട്ടുള്ള കത്തികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജനങ്ങളാണെങ്കിൽ ആ രണ്ട് ചെക്കന്മാരെ കണ്ട് ഇപ്പൊ പരസ്പരം ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ആ ചെക്കന്മാർ രണ്ടുപേരും ഭയങ്കര വഷളാണ്. ഈ ഐലാൻഡിൽ വെച്ച് തന്നെ വളരെ ബാഡ് ആയിട്ടുള്ള രണ്ട് പയ്യന്മാര്. അവരുടെ കൂടെയാണോ ഈ സ്ട്രോഹാറ്റ് ടീമിലെ സോറ അവൻ നടക്കുന്നേ? ഞാൻ കരുതിയത് ഇവരൊക്കെ കുറച്ച് ഡീസന്റ് ആയിരിക്കുമെന്നാണ്. ഇത്രയും ചീപ്പായ പിള്ളേരുടെ കൂടെ ഇവനൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സോറയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. സോറയ്ക്കാണെങ്കിൽ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. സോറ ഒരു സെക്കൻഡ് ആ പിള്ളേരുടെ മുഖത്തേക്ക് നോക്കും. അതിനുശേഷം അവരോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ എന്താ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നേ? അവരാണെങ്കിൽ കാഷ്വൽ ആയിട്ട് പറയും, ഒന്നുമില്ല, ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ഞങ്ങളൊന്നും ബാഡായിട്ട് ചെയ്തിട്ടില്ല, ജനങ്ങൾക്ക് മുഴുവൻ ഞങ്ങളോട് അസൂയാണ്. സോറയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. സോറ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവൻ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കും. പക്ഷെ അവരാണെങ്കിൽ സോറോയെ വിടാൻ തയ്യാറാവില്ല. അവര് പിന്നാലെ വന്നു പറയും, നിന്റെ ബ്രദേഴ്സിനെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ നിനക്ക് നാണമില്ലേ? സോറയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ നഷ്ടപ്പെടും. നിർത്തിനടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ബ്രദേഴ്സിന്റെ ആവശ്യമില്ല എന്ന്, മേലാൽ എന്റെ പിന്നാലെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ വാൺ ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ അവരുടെ ചെവി പൊത്തി നിൽക്കും. അവസാനം 18ാമത്തെ അടവെടുത്ത് സോറ അവൻ ദൂരത്തായി ഒരു പറവയെ കാണിച്ചു കൊടുക്കും. അവരെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പില് രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങും. പക്ഷെ കുട്ടികളാണെങ്കിൽ അപ്പോഴും വിടാതെ സോറയെ ഫോളോ ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കും. അവസാനം സോറ ഇവിടെ രണ്ടുപേരുടെയും തല തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അവരെ ആട്ടിപ്പായിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഒരു ജയന്റ് രൂപത്തില് അവരുടെ അമ്മ അവിടേക്ക് വരും. അവരങ്ങനെ വന്ന് സോറയെ തൂക്കിയെടുക്കും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മക്കളെ പിടിച്ചടിക്കും, തുണയുണ്ടെങ്കിൽ നീ എന്നോട് ഫൈറ്റ് ചെയ്യ്. ഉടനെ ആ രണ്ട് കുട്ടികള് അവരോടി വന്ന് അമ്മയോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് സോറയെ ഒന്നും ചെയ്യരുത്, അവൻ ഞങ്ങളുടെ ബ്രദറാണ്. ഉടനെ അമ്മ ചോദിക്കും, ഓ നീ ഇവരെ ബ്രദേഴ്സ് ആയിട്ട് ഏറ്റെടുത്തോ? സോറയ്ക്കാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവൻ പറയും, അയ്യോ ഇല്ല, എനിക്കിപ്പോ ബ്രദേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ പിള്ളേര് അവര് വിട്ടുകൊടുക്കില്ല. അവരാണെങ്കിൽ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളെ എല്ലാവരെയും വിളിച്ച് ഇപ്പൊ സോറോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ബ്രദർ സോറോ. ഉടനെ ആ കുട്ടികൾ എല്ലാവരും ചേർന്ന് സോറോയെ പിടിച്ചു വലിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് ഇപ്പൊ സോറോ അവനങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ കുട്ടികൾ പറയാ, ഞങ്ങൾ ഡേ ടൈം മുഴുവൻ ഈ ഐലാൻഡ് മുഴുവൻ കറങ്ങി നടന്ന് കിട്ടുന്ന വുഡും തിങ്സും ഒക്കെ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് വീക്കെൻഡില് അത് കൊണ്ടുപോയി ഗാലില കമ്പനിയിൽ വിറ്റ് ഞങ്ങൾ പൈസ ഉണ്ടാക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോഴായിരിക്കും ഒരു കുഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുക. ഇത് കണ്ട സോറോ കറക്റ്റ് ആയിട്ട് ആ കുഞ്ഞിനെ ക്യാച്ച് ചെയ്യും. കരച്ചിൽ നിർത്താനായി അടുത്തുണ്ടായിരുന്ന പാൽക്കുപ്പി എടുത്ത് അതിന് കുടിക്കാൻ കൊടുക്കും. അത് കണ്ട് എല്ലാവരും കൈയൊക്കെ അടിച്ച്, വാവ്, ഇതാണ് ഞങ്ങളുടെ ബിഗ് ബ്രദർ
സോറോടെ പവർ. അടുത്ത സെക്കൻഡ് ആ കുഞ്ഞുവാവ അവന്റെ ഡ്രസ്സിൽ മുഴുവൻ ഇപ്പൊ മൂത്രം ഒഴിച്ചു വെക്കും. അങ്ങനെ അമ്മ പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഒരു അടിപൊളി ടീഷർട്ട് ഞാൻ തരാന്ന് പറഞ്ഞ് ഒരു ടീഷർട്ട് അവൻ ഇടാൻ കൊടുക്കും. അതിനുശേഷം വീണ്ടും ആ കുഞ്ഞിനെ അവന്റെ കയ്യിൽ കൊടുത്ത് അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് കാര്യമായിട്ട് ആ വീട് അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കാണ്. സോറോ വീണ്ടും വീണ്ടും എനിക്കിവിടുന്ന് പോണം, ദയവ് ചെയ്ത് ഈ കുഞ്ഞിനെ വാങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവരാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. സോറോ ടെൻഷനായി മുൻപോട്ട് നടക്കും. അപ്പൊ അവന്റെ തൊട്ടു മുൻപിലായി ഒരു കൊച്ചു കുഞ്ഞ്. അവൻ അതിനെ എടുക്കുമ്പോഴായിരിക്കും കബോർഡിന്റെ മുകളില് മറ്റൊരു കുഞ്ഞിനെ കാണുക. അങ്ങനെ 3 കുഞ്ഞുങ്ങളെ എടുത്ത് കണ്ട ഒരു തൊട്ടിൽ കൊണ്ടുപോയി സോറ നൈസായിട്ട് കിടത്തും. അതിനുശേഷം സോറ ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് വരും. മര്യാദയ്ക്ക് എന്റെ ടീഷർട്ട് തിരിച്ചതാ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകണം. അതിനവര് ചോദിക്കും, നിനക്ക് ഫ്രണ്ട്സ് ആണോ അതോ ഫാമിലി ആണോ വലുത്? സോറയാണെങ്കിൽ ഡബിൾ ഷോക്കാവും. ഫാമിലിയോ? എനിക്ക് ഫാമിലി ഒന്നും ഇല്ല. ഇന്ന് കണ്ട നിങ്ങൾ എങ്ങനെ എന്റെ ഫാമിലി ആവും? ഇനി ഒരു സെക്കൻഡ് പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പില് പുറത്തേക്ക് പോകാൻ റെഡി ആവുമ്പോഴായിരിക്കും ഓറും തള്ളി തുറന്ന് മറ്റാരൊക്കെയോ അവിടേക്ക് വരിക. അതിലൊരു കൊമ്പം വീശക്കാരൻ ഉടനെ ആ ലേഡിയോട് പറയും, ഇത്രയും കാലവും ഞാൻ ക്ഷമിച്ചു, ഇനിയും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഈ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ പലിശയുടെ പലിശ അതെല്ലാം കൂടി വലിയൊരു എമൗണ്ടായി. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ എന്റെ ക്യാഷ് ഇതാ. അതിനാൽ ലേഡി പറയും, എന്റെ ക്യാഷ് മുഴുവനായിട്ടും ഞാൻ തന്നു വീട്ടിയതാണ്. നീ വീണ്ടും വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു കാരണവശാലും നിനക്ക് ക്യാഷ് കിട്ടില്ല. ഉടനെ അവൻ വീണ്ടും ഭയങ്കര ബാഡായിട്ടൊക്കെ സംസാരിച്ച് അമ്മയെ ഭീഷണിപ്പെടുത്തും. അവരോട് ഇത്ര ഫീലിങ്സ് കാണിക്കാൻ അവരാരും നിന്റെ സ്വന്തം മക്കളല്ലല്ലോ. അത് കേട്ട് സോറ അവൻ ഷോക്കാവും. അപ്പോഴായിരിക്കും സോറ ചിന്തിക്കുക, അവിടെ കണ്ട കുട്ടികളുടെ എല്ലാം ഫേസ് അത് ഡിഫറെന്റ് ആണ്. ഈ ഒരു അമ്മ അനാഥരായ കുട്ടികളെ എല്ലാവരെയും അവരോട് ചേർത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ ലേഡി ആണെങ്കിൽ അവരുടെ കാല് മടക്കി അവനെ ചവിട്ടി പുറത്താക്കും. ഉടനെ ആ വില്ലൻ ഇപ്പൊ ഒരു ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യും. അത് കണ്ട സോറ അവനൊരൊറ്റ ചവിട്ടിന് ആ വില്ലനെ തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലൻ അവനിപ്പോ മറ്റൊരു വില്ലന്റെ അടുത്തേക്ക് വരും. പറയും, നിനക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ജോലിയുണ്ട്, ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അതേസമയം സോറയാണെങ്കിൽ 3 കുഞ്ഞുങ്ങളെ എടുത്ത് അമ്മയുടെ പിന്നാലെ നടക്കുകയാണ്. അവരെന്തൊക്കെയോ സാധനങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒത്തിരി സന്തോഷിച്ച് ആ ടൗണിലൂടെ ഹായായിട്ട് നടക്കും. അപ്പോഴായിരിക്കും സോറ അവൻ ലോങ് ഷോട്ടിലായിട്ട് സാഞ്ചിയെ കാണുക. സാഞ്ചിയെ കണ്ട 8ന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ഏതോ ഒരു ഭാഗത്തേക്ക് പോയി ഒളിച്ചു നിൽക്കും. പക്ഷേ അവിടെയാണെങ്കിൽ ഗ്രാൻഡ്മ അവരെന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിയെത്തും. കഷ്ടകാലത്തിന് അവിടെയായിരിക്കും നമ്മുടെ ലൂഫി. അവൻ ചിക്കനും ബീഫൊക്കെ കടിച്ചു പറിച്ച് ഹായായിട്ട് നിൽക്കുകയാണ്. ഇവിടെ രക്ഷയില്ലാതെ ഇപ്പൊ സോറോ അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവും. പക്ഷെ അവിടെ ചോപ്പർ. അങ്ങനെ ഏറ്റവും അവസാനം ഏതോ ഒരു സ്ഥലത്ത് വന്ന് അവൻ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സോറോ എന്ന് വിളിച്ച് അവിടേക്ക് ആരോ വരിക. അവൻ തിരിഞ്ഞു നോക്കും, മറ്റാരുമല്ല സാക്ഷാൽ റോബിൻ. അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളോട് പറയും. അതിനവള് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്നും ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് അവൾ കടന്നു പോവും. സോറോയ്ക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിച്ചു. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ അമ്മയുടെ അടുത്തേക്ക് വരും. ഇനി എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ നോക്കിക്കോ, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ കട്ടയ്ക്ക് നിൽക്കും. അമ്മയെ കുഞ്ഞുങ്ങൾ വാങ്ങും. സോറോ അവനുടനെ അവിടുന്ന് തിരിഞ്ഞു നടക്കും. അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും സോറോ തിരികെ വരാനായിട്ട് തയ്യാറാവില്ല. അപ്പോഴായിരിക്കും ആ വില്ലൻ ടീം അവരിപ്പോ അവളുടെ മുൻപിലേക്ക് വരിക. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ സോറ അവനാണെങ്കിൽ ഒരു ബ്രിഡ്ജിന്റെ മുകളിലിരുന്ന് അമ്മയെക്കുറിച്ചും അവരുടെ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മൾ മുൻപ് കണ്ട 2 ചെക്കന്മാരിൽ ഒരു ചെക്കൻ അവൻ നിലവിളിച്ചോടി വരും. ബ്രദർ, നമ്മുടെ അമ്മയെ ആ വില്ലന്മാര് കൊണ്ടുപോയി, ഇങ്ങനെയെങ്കിലും നമ്മുടെ അമ്മയെ രക്ഷിക്കണം. അതിന് സോറോ പറയും, അവരെന്റെ അമ്മയല്ല, നിങ്ങൾ എന്റെ സിബ്ലിങ്സും അല്ല. നിങ്ങളുടെ പ്രശ്നത്തില് ഒരു കാരണവശാലും ഞാൻ തലയിടില്ല. അതിനവൻ സോറയുടെ കാലിൽ വീണ് കെഞ്ചാണ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ അമ്മയെ രക്ഷിക്കണം. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലൻ ആ അമ്മയും കുട്ടികളെയും തൂക്കിയെടുത്ത് അവന്റെ ഹൈഡ് ഔട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവൻ സംസാരിച്ച് ഡീൽ ചെയ്ത് വെച്ച ഒരു പൈററ്റ് ഹെഡിനെ ഇപ്പൊ അവിടേക്ക് കൊണ്ടുവരും. പൈററ്റ് ലീഡർ ആണെങ്കിൽ ഇപ്പൊ വാളൊക്കെ നീട്ടി പറയും, മര്യാദയ്ക്ക് ഇവരുടെ പൈസ കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വാളിന്റെ മൂർച്ച അത് നീ അറിയും. അതിന് അമ്മ കുട്ടികളോട് പറയും, നിങ്ങൾ കുറച്ച് ദൂരേക്ക് മാറി നിൽക്ക്, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം.
അത് കണ്ട ആ വില്ലൻ അവന്റെ കത്തിയെടുത്ത് അവളുടെ കയ്യിൽ ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി ഒരുപാട് വേദനയില് അമ്മ നിലവിളിക്കും. അപ്പൊ ഒത്തിരി കുട്ടികള് അവർ പേടിച്ച് അമ്മയുടെ പുറകിൽ ഒളിക്കും. കുറച്ചു കുട്ടികള് വില്ലന്മാരെ ചീത്തയൊക്കെ വിളിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനായി മുൻപോട്ട് കടന്നു വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത സോറയും നമ്മുടെ പയ്യനും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം സോറ അവർ ചാടി വീണ് ആ പൈററ്റ് ലീഡറിനെ അങ്ങനെ വെട്ടിയെറിയും. അത് കാണുമ്പോ തന്നെ ബാക്കിയുള്ള വില്ലന്മാര് ഇപ്പൊ അറഞ്ചം പുറഞ്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സോറോ അവൻ സേഫായി അമ്മയും മക്കളെ എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടും. അപ്പൊ അമ്മ ചോദിക്കും, നിനക്ക് നിന്റെ ഫ്രണ്ട്സ് ശരിക്കും ഫാമിലി മെമ്പേഴ്സ് പോലെയാണല്ലേ? നീ ഇവിടുന്ന് പോയാലും ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല. എന്റെ മൂത്ത മകനായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുന്നത്. ഉടനെ സോറ അവൻ ഹാപ്പി ആയിട്ട് തിരിഞ്ഞു നടക്കും. അപ്പോഴായിരിക്കും അമ്മയും മക്കളും അവര് സോറയുടെ ഷർട്ട് അത് കൊടുക്കാനായിട്ട് സോറയെ വീണ്ടും വിളിക്കുക. ഇനി നിന്ന 8ന്റെ പണി കിട്ടുമെന്നും പറഞ്ഞ് സോറ അവൻ 100-110 അവിടുന്ന് ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.